وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ആയത്ത് 51. وإذ واعدنا موسى 40 ليلة 40 രാവുകൾ പ്രത്യേകമായ ആരാധനകളിൽ മുഴുകാൻ നാം മൂസാ നബിയോട് വാഗ്ദാനം ചെയ്തു. ثم اتخذتم العجل من بعده وأنتم ظالمون. ശേഷം നിങ്ങൾ അക്രമികളായിക്കൊണ്ട് അദ്ദേഹം പോയതിന് പിന്നാലെ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി നിങ്ങൾ സ്വീകരിച്ചു. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. അതിനുശേഷം നിങ്ങൾക്ക് നാം മാപ്പ് നൽകി നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. മൂസാ നബിയും സമുദായവും ഫിർഔനിന്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ തീരത്ത് എത്തിച്ചേരുകയുണ്ടായി. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി, സമാധാനത്തിന്റെ അന്തരീക്ഷം രണ്ടവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, അവിടെ ശരിയായ വിധിവിലക്കുകൾ നൽകപ്പെടുകയും നല്ല നിലയിൽ നയിക്കപ്പെടുകയും ചെയ്താൽ അവിടെ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. രണ്ട്, അവിടെ ശരിയായ നിയമങ്ങൾ നൽകപ്പെടാതിരിക്കുകയും അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവിടെ നാശങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നതാണ്. ഇത്തരുണത്തിൽ പടച്ചതമ്പുരാൻ അവരോട് വലിയൊരു കരുണ ചെയ്ത് അവർക്കൊരു ജീവിത വ്യവസ്ഥിതി നൽകാൻ ആഗ്രഹിച്ചു. അതിന് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, താങ്കൾ 40 രാവുകൾ, അതായത് 40 ദിവസം പ്രത്യേകമായ ആരാധനകളിൽ കഴിയുക. അത് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ നാം താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും തൗറാത്ത് എന്ന ഒരു മഹത്തായ തത്വസംഹിത നൽകുന്നതാണ്. ഒരു ഭാഗത്ത് മൂസ അലൈഹിസ്സലാം ഈ വാഗ്ദാന പ്രകാരം അത് ഏറ്റുവാങ്ങാൻ തൂര് സീന പർവ്വതത്തിലേക്ക് പോയി. മറുഭാഗത്ത് ഇസ്രായേൽ സന്തതികൾ അവരിൽ നടത്തപ്പെട്ട മോശമായ ദുർബോധനങ്ങൾ കാരണം ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ ആരംഭിച്ചു. മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നു. അള്ളാഹു അവർക്ക് പശ്ചാത്തപിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്തു. അവർ പശ്ചാത്തപിക്കുകയും ചെയ്തു. അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു.
ഇതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം. ഇത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും ഉയർന്ന വാഗ്ദാനമാണ് സന്മാർഗം കനിഞ്ഞരുളുക എന്നുള്ളത്. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് എന്ന വാഗ്ദാനം പടച്ചവന്റെ ഏറ്റവും അനുഗ്രഹീതവും സമുന്നതവുമായ വാഗ്ദാനമാണ്. അല്ലാഹു തആല അവർക്ക് നൽകിയതുപോലെ ഇതേ വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ വിനയത്തോടെ പടച്ചവന്റെ അരികിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ്. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഅ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. വിനയാന്വിതമായ മനസ്സോടെ പടച്ചവനെ സമീപിക്കുന്നവർക്ക് പടച്ചതമ്പുരാൻ സന്മാർഗം നൽകുന്നതാണ്. ആകയാൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഇത് പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ്. അതുപോലെ വേറെയും വാഗ്ദാനങ്ങളുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു നാട്ടുകാർ സത്യവിശ്വാസം സ്വീകരിക്കുകയും പാപങ്ങളിൽ നിന്നും അകന്ന് നന്മകളിൽ നിരതരാവുകയും ചെയ്താൽ ആകാശഭൂമികളിൽ നിന്നും അനുഗ്രഹ ഐശ്വര്യങ്ങളുടെ കവാടങ്ങൾ നാം തുറന്നു കൊടുക്കുന്നതാണ്. ആകയാൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ അത് വലിയ അനുഗ്രഹമാണ്. കാരണം പടച്ചവന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുന്നതല്ല. വാഗ്ദാനം പരിപൂർണമായി പാലിക്കുക തന്നെ ചെയ്യും. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ വാഗ്ദാനം പടച്ചവൻ ലംഘിക്കുന്നതല്ല. പക്ഷേ പടച്ചവന് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ ചില നിബന്ധനകൾ, അതിന് ചില സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി പടച്ചവന്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ധർമ്മം. وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. ദീനിന്റെ വിഷയത്തിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി കഴിയണം. ആളുകളെ സംശയിക്കലും തെറ്റിദ്ധരിക്കലും ചുമ്മാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ എപ്പോഴും ജാഗ്രത വേണം, സൂക്ഷ്മത വേണം. പിശാചിന്റെ ഏറ്റവും വലിയ എതിരാളികൾ സത്യവിശ്വാസികളായ സമുദായമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഏത് നിമിഷവും സത്യവിശ്വാസികളെ തിരിച്ചുവിടാനും നശിപ്പിക്കാനുമുള്ള പഴുതുകൾ അവൻ കാത്തു നടക്കുകയാണ്. ചിലപ്പോൾ അത് ദുർവ്യാഖ്യാനങ്ങളിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെയുമായിരിക്കും അവർ നടത്തുന്നത്. നോക്കിൻ, മൂസ അലൈഹിസ്സലാം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്ത് നോമ്പുകൾ പിടിച്ച് നീണ്ട യാത്ര ചെയ്ത് വിശുദ്ധ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ പോകുന്നു. ഇവിടെ സമുദായം ആ സമയത്ത് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൽ വ്യാപൃതരാകുന്നു. വളരെയധികം അപകടകരമായ പ്രവണത അല്ലാഹുവല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ആരാധിക്കുന്ന അപകടം പിടിച്ച ഈ നാശകരമായ അവസ്ഥയിൽ നിന്നും
തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതാണ്. അമുസ്ലിം സഹോദരങ്ങളുമായി വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടണം, സഹകരിക്കണം. പക്ഷേ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ധർമ്മത്തിന്റെ കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രതയും സൂക്ഷ്മതയും വേണം. അല്ലെങ്കിൽ തെറ്റിപ്പോകുമെന്ന് മാത്രമല്ല, തലകീഴായി മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും അവർ കഠിനമായ ഒരു പാപം പ്രവർത്തിച്ചു. അതിന്റെ വിശദീകരണം അതാത് സ്ഥലങ്ങളിൽ വരും. ഇവിടെ രണ്ടാമത്തെ അനുഗ്രഹം പടച്ചവൻ പറയുന്നു, ഇത്ര വലിയ കുറ്റം ചെയ്തിട്ടും അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയുണ്ടായി. പടച്ചവന്റെ മാപ്പ്, അല്ലാഹുവിന്റെ കാരുണ്യം, ഇത് അപാരം തന്നെയാണ്. കഠിനമായ കുറ്റത്തിന്റെ സന്ദർഭത്തിലും പടച്ചവൻ ദാസന്മാരെ അനുഗ്രഹിക്കുകയും പുറത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് മാപ്പ്. അതില്ലായിരുന്നുവെങ്കിൽ നാം എത്ര അപകടത്തിൽ പെടുമായിരുന്നു. പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ് പടച്ചവൻ മാപ്പ് നൽകുക എന്നുള്ളത്. എത്ര വലിയ പാപമാണെങ്കിലും പടച്ചവൻ മാപ്പാക്കുന്നതാണ്. ഇവിടെ നോക്കിൽ, അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചു, ഏറ്റവും കഠിന കുറ്റമായ ശിർക്കുമായി ബന്ധപ്പെട്ടു. പ്രവാചകനെതിരെ പ്രവർത്തിച്ചു. അദ്ദേഹം ഇവർക്ക് വേണ്ടി പോയിരുന്ന സന്ദർഭത്തിൽ മഹാനർക്ക് എതിരായ കാര്യങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ടു. പക്ഷെ അതിനോടുകൂടിയും പടച്ചവൻ മാപ്പ് കൊടുക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ മാപ്പ് വളരെയധികം വിശാലമാണ്. ആകയാൽ പാപങ്ങളുടെ ആധിക്യത്തിന്റെ പേരിൽ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹു തആല ഏറ്റവും വലിയ പാപമായ ശിർക്കിനെ പുറത്തു കൊടുത്തുവെങ്കിൽ നിരന്തരം പടച്ചവനോട് മാപ്പ് ചോദിക്കണം. അല്ലാഹുവിനോട് തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പടച്ചവൻ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പക്ഷേ പടച്ചവന്റെ മാപ്പിന് വലിയൊരു നിബന്ധനയുണ്ട്. ആ മാപ്പിന് ശേഷം നല്ല നിലയിൽ ജീവിക്കണം. ജീവിതത്തെ കഴിവിന്റെ പരമാവധി നന്നാക്കാനും ശുഭ്രമാക്കാനും പരിശ്രമിക്കണം. എന്നിട്ട് വീണ്ടും വല്ല പാപമുണ്ടായാൽ പടച്ചവനോട് വീണ്ടും പശ്ചാത്തപിക്കണം. പടച്ചവൻ പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം, പടച്ചവന്റെ മാപ്പ്, കൃപ അതെത്രയോ വിശാലമാണ്. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. മീമിന് ശബ്ദ വരുന്ന സ്ഥലങ്ങളിൽ നന്നായി മണിക്കണം. ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ ثُمَّ عَفَوْنَا عَنْكُمْ مِنْ بعد ذلك لعلكم تشكرون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون.